പി പി ജെയിംസ്, സ്വാഗതം താങ്കൾക്ക്. പി പി ജെയിംസ്, ഡൊണാൾഡ് ട്രംപിന്റെ ഈ രണ്ടാം വരവ് എങ്ങനെയായിരിക്കും? ഗോപി, ഈ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊരു പ്രസിഡന്റ് ആയിരുന്നു ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും വരുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നതിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. എല്ലാം പ്രവചിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല, പ്രവചനങ്ങൾക്ക് അതീതമാണ് എന്നും ട്രംപ് ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പാതയിലൂടെ ട്രംപ് നടക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, പഴയ ധിക്കാരിയായ കൈവിട്ടെന്തും ചെയ്യുന്ന ഒരു ട്രംപ് അല്ല വരുന്നത്. ട്രംപിൻ്റെ പിന്നിൽ എലോൺ മസ്കിനെ പോലെ ബുദ്ധിജീവികളും ഒരു പ്രത്യേകിച്ച് ബിസിനസ് രംഗത്തൊക്കെ പ്രതിഭകളായിട്ടുള്ള ഒരുപാട് പേരുടെ പിന്തുണ കൂടിയുണ്ട്. അതുകൊണ്ട് ട്രംപ് അമേരിക്ക ഫസ്റ്റ്, അദ്ദേഹം പറയുന്ന വാക്കുകൾ വീണ്ടും വീണ്ടും പറയുന്നു. ഐ വിൽ മേക്ക് അമേരിക്ക പ്രൗഡ് അഗെയിൻ, ഐ വിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. ഇതൊരു അമേരിക്കൻ വികാരം ആളിക്കത്തിച്ച്, അമേരിക്കൻ പ്രൈഡ് ആളിക്കത്തിച്ച് വരുന്ന ഒരു സീസൺ അല്ലാത്തൊരു രാഷ്ട്രീയക്കാരൻ്റെ നിലപാടാണ്. ഗോപീഷൻ അറിയാലോ, ക്രിസ്റ്റീനയ്ക്ക് അറിയാം, അടിമുടി അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. അപ്പോൾ വ്യവസായിയും രാഷ്ട്രീയക്കാരനല്ലാത്തൊരാൾ വരുമ്പോൾ അദ്ദേഹം വളരെ പ്രാക്ടിക്കലായിരിക്കും. ആ പ്രാക്ടിക്കൽ നിലപാടുകൾ നമ്മൾ കാണേണ്ടി വരും. അത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ഇവിടെയൊക്കെ പറഞ്ഞ പോലെ ഇന്ത്യക്ക് സമ്മിശ്രമായ വികാരമായിരിക്കും. ഇന്ത്യക്കാരായിട്ടുള്ള അനധികൃത വിസ കയ്യിൽ വെച്ചിരിക്കുന്നവർക്കൊക്കെ, അത് വിസ ഇല്ലാത്തവർക്ക് ഒരുപക്ഷെ തിരിച്ചു വരേണ്ടി വരും. എന്നാൽ ഇന്ത്യയുമായും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടൊക്കെ ബന്ധമുള്ള ആൾ ഒരു ചൈന വിരുദ്ധനാണ്, പാകിസ്ഥാൻ വിരുദ്ധനാണ്. രാഷ്ട്രീയമായിട്ട് ഇന്ത്യക്ക് ഒരു പക്ഷേ ട്രംപിൻ്റെ വരവ് അനുകൂലമായ ഇതായിരിക്കും. പക്ഷേ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ യൂറോപ്പിലും അമേരിക്കയിലും നടത്തുന്ന മുന്നേറ്റം അത് എങ്ങനെ ലോകത്തെ ബാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണിച്ചിട്ടില്ല. പക്ഷേ അവിടുത്തെ വലതുപക്ഷ തീവ്രവാദി നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട്. ഫ്രാൻസിൽ നിന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് ക്ഷണമില്ല, പക്ഷേ അവിടുത്തെ വലതുപക്ഷ തീവ്രവാദി നേതാക്കൾക്ക് ക്ഷണമുണ്ട്. ഇങ്ങനെ പല സ്ഥലത്തു നിന്നും ഔദ്യോഗിക ആൾക്കാരെ വിളിക്കാതെ വലതുപക്ഷ നിലപാടുള്ള ആൾക്കാർ, അർജന്റീനിയൻ പ്രസിഡന്റ് വലതുപക്ഷ ആളാണ്, അയാളെ വിളിച്ചിട്ടുണ്ട്. അതേസമയം ലുലു ഡിസിൽവയ്ക്ക് ക്ഷണമില്ലെന്നാണ് എൻ്റെ അറിവ്. ഇതുപോലെ വളരെ കൃത്യമായ അജണ്ടയുമായിട്ടാണ് ട്രംപിൻ്റെ രണ്ടാമത്തെ വരവ്. സാധാരണ അമേരിക്കൻ പ്രസിഡന്റുമാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പുറത്തുനിന്നുള്ള നേതാക്കളെ ക്ഷണിക്കാറില്ല. ഇന്ത്യയിലൊക്കെ അതൊക്കെ തന്നെയാണ് രീതി. പക്ഷെ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ലോക നേതാക്കളിൽ അവർക്കിഷ്ടമുള്ളവരെ ക്ഷണിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയാണ് ട്രംപിൻ്റെ രണ്ടാം വരവ്. അമേരിക്കയിൽ നേരത്തെ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ കൈവിട്ട കളിക്ക് മടി കാണിക്കാത്ത ഒരാൾ, എന്ത് തീരുമാനങ്ങളും എടുക്കും എന്ന് ഇതിനു മുൻപ് ലോകത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ആൾ, അതിൻ്റെ തന്നെ ആശങ്കയും അതിൻ്റെ തന്നെ ആകാംക്ഷയും ലോകത്തിന് മുഴുവൻ ട്രംപിന്റെ കാര്യത്തിലുണ്ട്. മറ്റൊന്ന്, ട്രംപിന്റെ നയം എന്തായിരിക്കുമെന്നാണ്. ശതകോടീശ്വരന്മാരുടെ താല്പര്യ സംരക്ഷകൻ, അവരുടെ ഉറ്റ സുഹൃത്ത് എന്നത് ട്രംപിനൊരു മേൽവിലാസമാണ്. ഇപ്പോൾ ഇലോൺ മസ്കിനെ പോലുള്ളവർ ട്രംപിന്റെ ഏറ്റവും അടുത്ത അനുയായികളുടെ പട്ടികയിൽ പെടുന്നതാണ്. ലോകത്തെ നവശാസ്ത്രത്തിന്റെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിലുമൊക്കെ പുതിയ പുതിയ അന്വേഷണങ്ങൾ നടത്തുകയും അതിന്റെ വ്യാവസായിക സാധ്യതകൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇലോൺ മസ്ക് ഒക്കെ ട്രംപിന്റെ കൂട്ടാളിയായി വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ട്രംപിൽ നിന്നുണ്ടാകും എന്ന് നമ്മൾ കരുതണം. രണ്ടാമത്തെ കാര്യം, നൊബേൽ സമ്മാനം, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിൽ കണ്ണുവെക്കുന്ന ഒരു ട്രംപ് അവിടെയുണ്ട്. ഗാസ യുദ്ധത്തിന് അതിന് സമാധാനം കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളൊക്കെ ഇതിന്റെ കൂടി ഭാഗമാണെന്ന വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ ട്രംപ് ഇപ്പോഴും അൺപ്രഡിക്റ്റഡ് ആയി തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഗോപി പറഞ്ഞ എലോൺ മസ്ക് അടക്കമുള്ള ശതകോടീശ്വരന്മാരുടെ പിന്തുണ, അത് ഒരുപക്ഷെ ട്രംപ് ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. ഒരുപക്ഷെ ട്രംപിനേക്കാൾ ബുദ്ധിമാനാണ് എലോൺ മസ്ക് എന്ന് ഒരു തരത്തിൽ വേണമെങ്കിൽ പറയാം. എലോൺ മസ്ക് ട്രംപിനെ അമേരിക്കൻ പ്രസിഡന്റാക്കാൻ ചെലവാക്കിയത് $1000 കോടി എന്ന് വെച്ചാൽ 84,000 കോടി അല്ലെങ്കിൽ 85,000 കോടി രൂപ. ഇത് ട്രംപ് തോറ്റിരുന്നെങ്കിൽ 2 ആഴ്ച മുമ്പ് വരെ ട്രംപ് ജയിക്കുമെന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ ആരും തയ്യാറായിരുന്നില്ല. അത് അവസാനം വരെ കമല ഹാരിസ് മുന്നിൽ. പക്ഷെ ഒപ്പത്തിനൊപ്പം എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു ട്രംപ് ജയിക്കും. കാരണം അവിടെ പോപ്പുലർ വോട്ട്സ് ഒപ്പത്തിനൊപ്പമാണെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ആയിരിക്കും ജയിക്കുന്നത്. ട്രംപ് ജയിച്ചു വരുന്നതിന് ഏറ്റവും നല്ല കളി നടത്തിയ ആൾ ആരാണെന്ന് ചോദിച്ചാൽ എലോൺ മസ്കാണ്. എലോൺ മസ്ക് 1000 കോടി ഇറക്കി 10,000 ലക്ഷക്കണക്കിന് കോടി കൊയ്യാൻ പറ്റുന്ന ഗ്ലോബൽ
ബിസിനസ് കിങ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് ട്രംപിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എലോൺ മസ്കും അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റിയുള്ളവരാണ്. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ട്രംപ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയം മാറ്റിമറിക്കും. ഗോപിക്കറിയാലോ, സൗദി അറേബ്യയുമായിട്ടാണ് ട്രംപിനും ട്രംപിന്റെ മരുമകനും ഏറ്റവും അടുത്ത ബന്ധമുള്ളത്. അപ്പുറത്ത് ഇസ്രായേൽ യുദ്ധം വെടിനിർത്തൽ ഇതിലേക്ക് എത്തിയിരിക്കുന്നു. അത് തന്നെ വെടിനിർത്തൽ എത്തിച്ചതിന്റെ പിന്നിൽ താനാണെന്ന് അവകാശപ്പെട്ട് കഴിഞ്ഞു. ജോ ബൈഡനും അതുപോലെ തന്നെ ആന്റണി ബ്ലിങ്കനൊക്കെ ഒരുപാട് ജെയിംസ് സാർ, എന്തായാലും ഈ റോട്ടുണ്ട ഹാളിലേക്ക് വിശിഷ്ടാതിഥികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റൺ, ജോർജ് ഡബ്ല്യു ബുഷ്, ബറാക് ഒബാമ അവർ ഭാര്യമാരോടൊപ്പമാണ് എത്തിയിരിക്കുന്നത്. ഹിലാരി ക്ലിന്റൺ ഉണ്ട്, ലോറ ബുഷ് ഉണ്ട്, മിഷേൽ ഒബാമയുണ്ട്. ഒപ്പം തന്നെ ഈ ടെക് ടൈക്കൂൺസ് എന്ന് പറയുന്ന എല്ലാവരും തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എലോൺ മസ്ക്, ജെഫ് ബസോസ്, സുന്ദർ പിച്ചൈ, മാർക്ക് സക്കർബർഗ്, ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മുകേഷ് അംബാനിയും നീത അംബാനിയും. അങ്ങനെ ആ ചടങ്ങ് ആരംഭിക്കുകയാണ്. US സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് അവിടെ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് നമുക്കൊരു ഇടവേള എടുക്കേണ്ടതായിട്ട്. വളരെ ചെറിയൊരു ഇടവേള, വളരെ വേഗം നമുക്ക് തിരികെ വരാം. അമേരിക്കൻ 47ാമത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ സമ്പൂർണ്ണ വിവരങ്ങളുമായി ഞങ്ങളുടെ ടീം അമേരിക്കയും റെഡി ആയിട്ടുണ്ട്.